ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ മുഅ്മിനാത്തുകളെ, വിശ്വാസിനികളെ, സഹോദരിമാരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലാണ് നമ്മൾ അവസാനമായി ഇവിടെ കൂടിയത്. അതിനുശേഷം മുഹറം ഫുള്ളായി കഴിഞ്ഞു, സഫർ തീരാറുമായി. അപ്പൊ 2 മാസമായി നമ്മൾ കണ്ടിട്ട്. അള്ളാഹു നമ്മളെ നന്മയിൽ എപ്പോഴും ഉറച്ചു നിൽക്കുന്നവരും നന്മകൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നവരിലും പെടുത്തി തരുമാറാകട്ടെ. ദീനിയായ വിഷയങ്ങൾ പഠിക്കുക എന്ന സതുദ്ദേശത്തോടുകൂടെ ഈ പരപ്പൂയിൽ 2024 ഈ ഓഗസ്റ്റ് കഴിഞ്ഞ സെപ്റ്റംബർ 1 നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് അള്ളാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, റബീഉൽ അവ്വൽ വരികയല്ലേ, മറ്റന്നാൾ വ്യാഴാഴ്ച റബീഉൽ അവ്വൽ 1 സാധ്യതയുണ്ട്. റബീഉൽ അവ്വൽ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതും വഫാത്തായതുമായ മാസമാണ്. അവിടുന്ന് ജനിച്ചതും റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അതേപോലെ ഒരു റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മതത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഇതിന്റെ അറിവുകളുമെല്ലാം നമ്മൾ പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യണം. വിശ്വാസികളെ കൂടുതൽ ഇസ്ലാമിലേക്ക് അടുപ്പിക്കണം. ധാരാളം മുസ്ലിമീങ്ങളെ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാക്കണം. അതിന് ഉമ്മമാർക്ക് സാധിക്കും, ധാരാളം മക്കളെ പ്രസവിച്ചുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഒരുപാട് പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ, ധാരാളം പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൈനി ഉബാഹി ബിക്കുമുൽ ഉമം. വേറൊരു ഹദീസിൽ ഫൈനി മുകാഫിറും ബിക്കുമുൽ ഉമം, എന്റെ സമുദായമാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ള സമുദായം എന്ന് പറഞ്ഞിട്ട് മഹ്ശറയിൽ മറ്റു നബിമാരുടെ മുമ്പിൽ എനിക്ക് അഭിമാനം കൊള്ളാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ ഉമ്മത്ത് കൂടുതൽ ആളുകളുണ്ടെന്ന് എനിക്ക് മറ്റുള്ളവരുടെ, മറ്റു അമ്പിയാക്കളുടെയും അവരുടെ സമുദായത്തിന്റെയും മുമ്പിൽ വിജയിക്കണം. അതിനു നിങ്ങൾ ധാരാളം പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ കല്യാണം കഴിക്കണം. ഇത് സാധാരണ ഹദീസല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണുങ്ങളോട് കൽപ്പിച്ചതാ, തസവ്വദുൽ വദൂദൽ വലൂദ്. തസവ്വജു, നിങ്ങൾ കല്യാണം കഴിക്കുക, നിങ്ങൾ കല്യാണം കഴിക്കുക. സ്ത്രീകളെ, എങ്ങനെയുള്ള സ്ത്രീകളെയാണ് കല്യാണം കഴിക്കേണ്ടത്? ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഈ ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു 13594 ഹദീസായി അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. വലിയ മഹത്വമുള്ള ഹദീസാണ്. തസവ്വജുൽ വദൂദ, നല്ല സ്നേഹം വർദ്ധിച്ച പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കുക. അൽ വലൂദ്, ധാരാളം പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കുക. ഫൈനി മുകാഫിറും ബിക്കുമുൽ അംബിയാ യൗമൽ ഖിയാമ, ഖിയാമത്ത് ദിവസത്തില് അമ്പിയാക്കളെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് ഞാൻ വർദ്ധനവ് പറഞ്ഞ് അഭിമാനിക്കും. നിങ്ങൾ കൂടുതലാണ്, എന്റെ സമുദായം വളരെ ഏറെയാണ്, അധികമാണ്, ജാസ്തിയാണ്, എന്റെ ആളുകളാ ഈ മഹ്ശറയിൽ ഇപ്പൊ കൂടുതലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനിക്കാൻ കഴിയണം. അതിനുവേണ്ടി നിങ്ങൾ ധാരാളം പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ കല്യാണം കഴിക്കണേ. ഖാല റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ധാരാളം ആളുകൾ കുറെ ഉണ്ടായത് കൊണ്ടായില്ല, നല്ല ആളുകളെ ശ്രദ്ധിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്റെ സമുദായം എന്ന് അവിടെ പറയണമെന്നുണ്ടെങ്കിൽ മുസ്ലിമായ ആളുകളെ കുറിച്ചാണ് ആ പറയുന്നത്. ലോകത്ത് ജനിക്കുന്ന മുസ്ലിം അല്ലാത്ത, ഈമാനില്ലാത്ത ആളുകളെ അക്കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ല. വേറൊരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം, അഹ്ലുൽ ജന്നത്തെ ഇശ്റൂന വമിഅതു സഫിൻ. അല്ലാഹുവേ സുബ്ഹാനല്ലാഹ്, എന്തൊരു ഹദീസാണിത്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർഗത്തിന്റെ അഹ്ലുകാര് ഖിയാമത്ത് ദിവസത്തില് ഇശ്റൂന വമിഅതു സഫിൻ,
120 സഫായിട്ട് നിൽക്കാനുണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ. ആദ്യ വിഭാഗത്തിൽ തന്നെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ പറ. നിങ്ങളുടെ ദുആവും ഈ ഒരുമിച്ച് കൂടലും ഈ ഇത്തിരി നേരം ഇൽമ പറയലും മാത്രമേ നമുക്ക് ഈ മൈക്ക് ഓൺ ചെയ്തതിൽ നിന്ന് കിട്ടുകയുള്ളൂ. വെറുതെ ഇരുന്ന് ഇങ്ങനെ പോയത് കൊണ്ടായില്ല. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യുന്നവരിൽ പെടുത്തട്ടെ. സ്വർഗത്തിന്റെ അഹ്ലുകാർ 120 സഫാണ് സ്വർഗത്തിന്റെ സഫ്. അങ്ങനെ ചോദ്യം വന്നാൽ ഓർമ്മിക്കണം, 120 സഫാണ്. എത്ര സഫ്? 20 അല്ല, 120 സഫാണ്. മൊത്തത്തിൽ ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്തിന്റെ 1-ാം തീയതി വരെ ലോകത്തുണ്ടാകുന്ന മനുഷ്യർ, ജനിച്ചതും മരിച്ചതുമായ എല്ലാ ആളുകളും, ഇനി ജനിക്കാനിരിക്കുന്നവരും മരിക്കാനിരിക്കുന്നവരും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് സ്വർഗത്തിന്റെ ആളുകാരെ, അഹ്ലുകാരെ അള്ളാഹു ഇങ്ങനെ സഫാക്കി നിർത്തുമ്പോ എത്ര സഫ ഉണ്ടാവുക? പറ. 12 സഫാണ്. നമ്മൾ ഈ മദ്രസയിൽ ഒരു അസംബ്ലി വിളിക്കുമ്പോൾ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സിനെ വേറെ നിർത്തുകയാണെങ്കിൽ 12 സഫാകാറുണ്ട്. ആൺകുട്ടികൾ 12, പെൺകുട്ടികൾ 12. കാരണം ഇവിടെ +2 വരെ ഉണ്ടല്ലോ. അങ്ങനെ നിർത്തിയിട്ടില്ല. അങ്ങനെ നിർത്തുകയാണെങ്കിൽ 12 ക്ലാസ്സിനെയും നിർത്തുകയാണെങ്കിൽ 12 സഫാവും ഇല്ലേ? ഇത് അതിനൊരു 0 ചേർത്തുകൊണ്ട് 120 സഫാണ്. 12 ഞാൻ ആദ്യം പറഞ്ഞാൽ തെറ്റിയത്. ഇപ്പോ ഞാൻ വീണ്ടും പറയുന്നു, ഹദീസിൽ പറയുന്നു 120 സഫാണ് സ്വർഗത്തിന്റെ സഫ്. ആവർത്തിക്കുന്നത്, ഞാനും നിങ്ങളും ആ 120 സഫിൽ പെടുമോ ഇല്ലേ എന്ന് പേടിക്കണം. 120 സഫിൽ ഏതെങ്കിലും ഒരു സഫിൽ നമുക്ക് നിൽക്കാൻ കഴിയണ്ടേ? അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വലിയ പ്രതീക്ഷയുണ്ട്. ഉറപ്പായിട്ട് നമ്മൾ അതിലേതെങ്കിലും ഒരു സഫിൽ നിൽക്കും, ഉറപ്പാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അതിൽ 120 സഫിൽ സമാനൂന മിൻഹാ മിൻ ഹാദിഹിൽ ഉമ്മ. ആ 120 സഫിൽ നിന്ന് 80 സഫും, സമാനൂന 80 സഫും മിൻ ഹാദിഹിൽ ഉമ്മ, എന്റെ സമുദായത്തിൽപ്പെട്ടവരായിരിക്കും കേട്ടോ. 120 നിന്ന് 2 ഭാഗവും അല്ലെ, 40 40 40 അങ്ങനെ കൂടുമ്പല്ലേ 120 ആവുക. അപ്പൊ 2 40 80 സഫും എന്റെ ഉമ്മത്താണ്, എന്റെ സമുദായമാണ്. എന്നിൽ വിശ്വസിച്ച് എന്നെ സിയാറത്ത് ചെയ്യാൻ വരുന്ന, മക്കയിൽ വന്ന് ഹജ്ജ് ചെയ്യുന്ന, മദീനത്ത് വന്ന് എന്നെ സലാം പറയുന്ന, ധാരാളം സലാത്തുകൾ ചൊല്ലി 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 ജീവിച്ച് മരിച്ചു പോകുന്ന എന്റെ ഉമ്മത്തുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട സമുദായം, അവരാണ് എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. 80 സഫും അന്നുണ്ടാവുക. 120 സ്വർഗത്തിന്റെ സഫിൽ 1/4 ഭാഗവും, 1/4 ആ ഭാഗത്തിനേക്കാൾ ഏറെ എന്റെ സമുദായമാണ് സഫിൽ ഉണ്ടാവുക. ബാക്കി 40 മറ്റുള്ള എല്ലാ അമ്പിയാക്കളുടെയും സമുദായത്തിൽ നിന്ന് പെറുക്കിയെടുത്ത കുറേശ്ശെയായിട്ട് കുറച്ച് കിട്ടിയ ഉമ്മത്തുകളെ മുഴുവനും നിർത്തിയപ്പോഴാണ് ആ 40 ആവുക. ബാക്കി 80ഉം എന്റെ സമൂഹമാണ്, എന്റെ സമുദായമാണ്. ഖാല റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. എന്താ ഇങ്ങനെ ആകാൻ കാരണം? നമുക്ക് അള്ളാഹുവാണ് ഭക്ഷണം തരുന്നത്, നമ്മുടെ മക്കൾക്കും അള്ളാഹുവാണ് ഭക്ഷണം തരുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നിങ്ങൾ ധാരാളം മക്കളെ ഉണ്ടാക്കണം. മക്കളെ ഉണ്ടാക്കാൻ നിങ്ങൾ മടിക്കരുത്. 2 മകനെ പറ്റുള്ളൂ, എനിക്ക് ചോറുണ്ടാക്കാൻ കഴിയില്ല, ചോറിന് എനിക്ക് നയിക്കാൻ കഴിയില്ല. നിനക്കും ഭക്ഷണം തരുന്നത് അള്ളാഹുവാണ്. നീയാണോ നിന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്? ഖുർആൻ ചോദിക്കുന്നു, നഹ്നു നർസുഖുഹും വഇയ്യാകും, അവർക്കും പിന്നെ ഈ നിനക്കും ഭക്ഷണം തരുന്നത് നമ്മളാണ് എന്ന് അള്ളാഹു പറയുകയാണ്. അവർക്കും, ആദ്യം അവരെയാ പറയുന്നത്, അവർക്കും പിന്നെ നിനക്കും തരുന്നത് ഞാനാണ്. ഭക്ഷണം കിട്ടൂല എന്ന പേരിൽ, അല്ലെങ്കിൽ ദാരിദ്ര്യം വന്നു പോകുന്ന പേരില് മക്കളെ റെഡ്യൂസ് ചെയ്ത് കുറക്കാനോ അത് ഇല്ലാതാക്കാനോ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ഒരു റൂമിൽ കിടക്കാതെ ബന്ധപ്പെടാതെ മക്കളുണ്ടാവുമെന്നും പേടിച്ച് ജീവിക്കുകയാണെങ്കിൽ അപ്പോഴാണ് അവന് ദാരിദ്ര്യം വരിക. 2 മകനെ പറ്റുള്ളൂ, ആ 2 മകനും നിനക്കെന്നും കിട്ടൂന്നെന്താ ഉറപ്പ്? അള്ളാഹു എത്രയാണ് ഒരു മനുഷ്യന് റിസ്ക് കണക്കാക്കിയത്. ആ റിസ്ക് തീരുമ്പോ അയാൾ മരിച്ചു പോവും.
നിന്റെ മകൻ മരിക്കുമോന്നറിയില്ലല്ലോ, നിനക്ക് കിട്ടിയ രണ്ട് കിടാവ് എപ്പോഴെത്ര കാലം ഉണ്ടാവും ആർക്കും പറയാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തസവ്വദുൽ വദൂദ്, ധാരാളം സ്നേഹമുള്ള പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കുക. അൽ വലൂദ്, ഏത് സ്നേഹമുള്ള പെണ്ണാ? അൽ വദൂദ്, ധാരാളം പ്രസവിക്കുന്ന പെണ്ണ്. ഒരുപാട് സ്നേഹമുള്ള പെണ്ണിനെ ധാരാളം പ്രസവിക്കാൻ കഴിയുകയുള്ളൂ. എങ്ങനെയുള്ള സ്നേഹമാ അല്ലാഹുവേ! ഭൂമിയിൽ സ്നേഹമുള്ള പെണ്ണുങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ തന്റെ ഭാര്യമാരോട് അവരൊന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ കുശലം പറഞ്ഞുകൊണ്ട് സന്തോഷം പങ്കിടുമ്പോൾ ഒരു തമാശക്കെന്ന പോലെ വലിയൊരു സത്യം പറഞ്ഞു. വലിയൊരു സത്യത്തെ, നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ മുൻകൂട്ടി പറഞ്ഞു. അസ്റഉകും ലിഹാഖം ബി അത്വലുകുന്ന യദാ. മുത്തുനബിയുടെ 9 ഭാര്യമാർ ഒരു സമയത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ. 9 ഭാര്യമാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നിലേക്ക് ആദ്യം വരുന്നത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നിലേക്ക് ആദ്യം മരിച്ചിട്ട് എന്റെ ഒപ്പം വരുന്നത്, ഞാൻ മരിച്ചതിന് ശേഷം ആദ്യം മരിക്കുന്നത് ആരാന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊക്കെ ഉണ്ടാവില്ല, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായിട്ട് മരിക്കുന്നത് ആരാന്നറിയോ? അത്വലുകുന്നയദാ, കൈ നീളമായ പെണ്ണായിരിക്കും, നീളമുള്ള കൈയുള്ളവളാണ് എന്നാ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അവര് പറയാറുണ്ട്, നമുദ്ദു ഐദിയനാ ഫിൽ ജിദാരി, ഞങ്ങളിങ്ങനെ റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷം ഞങ്ങളിങ്ങനെ കൈകളെ മതിലിൽ വെക്കും. ആരുടെ കയ്യാ വലുത് എന്നിങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരുത്തരും എന്റേത് കുറച്ച് കൂടുതലുണ്ട്, നിന്നേക്കാൾ എന്റെ കൈ വലുതാണെന്നൊക്കെ പറഞ്ഞവര് ഇങ്ങനെ ആശ വെച്ച് ഞാനായിരിക്കണം ആദ്യം മരിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ അവസാനം സംഭവിച്ചത് എന്താണെന്നറിയോ? ഹത്താ തൂഫിയത്ത് സൈനബ് ബിൻത് ജഹ്ഷ്, റസൂലുള്ളാഹിന്റെ പൊന്നു ഭാര്യയായ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹാ, സൈനബ റളിയല്ലാഹു അൻഹയാണ് ആദ്യം വഫാത്തായത്. ഭാര്യമാരിൽ നിന്ന് ആദ്യമായി വഫാത്തായത് സൈനബ് റളിയല്ലാഹു അൻഹയാണ്. പക്ഷേ വലം തക്കുൻ ബി അത്വലിന, നോക്കുമ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറിയ കൈയുള്ള, ചെറിയതല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കൈയല്ല അവരുടേത്. വലിയ കൈയായിരിക്കും മരിക്കുന്നതെന്ന്, ആദ്യം മരിക്കുന്ന ആള് എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇത് തെറ്റി. ഇപ്പൊ മരിച്ചത് സൈനബയാണ്. സൈനബന്റെ കൈ ഞങ്ങളിൽ നിന്ന് പലരുടെയും കൈയേക്കാൾ കുറച്ച് ചെറുതാണ്. പിന്നെ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്നതിന് അവരിൽ വലിയ അറിവുള്ള ഒരു ഭാര്യ പറഞ്ഞു, അതിന്റെ അർത്ഥം ഇന്നമാ അറാദ തൂലൽ യദി ബിസ്സദഖ, കൈ നീളമുള്ളവൾ എന്ന് റസൂലുള്ളാഹി ഉദ്ദേശിച്ചത് സാഹിത്യത്തിന്റെ അർത്ഥമാണ്. സ്വതക്ക കൊടുക്കാൻ വലിയ ഉഷാറുള്ള കൈ എന്നാണ്. സ്വതക്ക ചെയ്യാൻ വലിയ നീളമേറിയ കൈ എന്ന ഉദ്ദേശം ധാരാളം സ്വതക്ക ചെയ്യുന്ന കൈക്കാണ്. അങ്ങനെ അറബിയിൽ ചില പ്രയോഗങ്ങളുണ്ട്. അവളെ കൈ കുറച്ച് നീളാണെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതിൽ യാതൊരു പിശുക്കും കാണിക്കാത്ത പെണ്ണാണ്. വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ സംസാരിച്ച് നിർത്തുന്നതിനിടയിൽ ഇടക്കൊന്നുള്ളിൽ പോയിട്ട് ചായ അവിടെ തിളക്കാൻ വെച്ച് കഴിഞ്ഞിരിക്കും. അതാണ് നീളമുള്ള കൈ. വീട്ടിലുള്ളതിനെ എടുത്തു മറ്റുള്ളവർക്ക് സർവത്താക്കി കൊടുക്കാനും ചായ ഉണ്ടാക്കി കൊടുക്കാനും മറ്റുള്ളവരെ സൽക്കരിക്കാനും എത്രമാത്രം അവൾക്ക് ആവേശമുണ്ടോ ആ കൈകൾ അതിനു വേണ്ടി ചലിക്കുന്നുവോ ആ കൈയാണ് നീളമുള്ള കൈ. അല്ലാതെ ഇങ്ങനെ മതിലിൽ വെച്ചിട്ട് നോക്കിയിട്ട് നീളം കാണുന്ന കൈയെ അല്ല ഈ പറഞ്ഞത്. ബഹുമാനപ്പെട്ട സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ആദ്യം വഫാത്തായ ഉമ്മയാണ്. 53 വയസ്സായിരുന്നു. 53 വയസ്സിലാ വഫാത്തായത്. ഹിജ്റ 20-നാണ്. അവര് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തു മകനായ സെയ്ദ് എന്ന റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു. അവര് പരസ്പരം ഇഷ്ടമില്ലായ്മയായി അവസാനം തലാക്ക് ചൊല്ലിയ ആ മാത്രയിൽ എങ്ങനെയാണ് മകനെ ഞാൻ കല്യാണം കഴിക്കുക, ആളുകൾ എന്ത് പറയൂന്ന് ഇങ്ങനെ കാത്തിക്കുമ്പോ അള്ളാന്റെ ഓർഡറാണ് സവ്വജ്നാകഹാ. ഖുർആനിൽ അഹ്സാബ് സൂറത്തിൽ ഇത് പറയുന്നുണ്ട്. അഹ്സാബ് സൂറത്തിന്റെ 37-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഫലമ്മാ ഖലാ സൈദുൻ അൻ മിൻഹാ വതറൻ, സെയ്ദ് അവരുടെ കാര്യം തീർത്തപ്പോൾ, തലാക്ക് ചൊല്ലിയപ്പോൾ, സവ്വജ്നാകഹാ,
തങ്ങൾക്ക് നാം അവളെ കെട്ടിച്ചു തന്നു. അള്ളാഹു കെട്ടിച്ചു കൊടുക്കുകയാണ്. സൈനബ് റളിയല്ലാഹു അൻഹ മറ്റു ഭാര്യമാരുടെ മുമ്പിൽ പലപ്പോഴും അഭിമാനത്തോടെ പറയുമായിരുന്നു, നിങ്ങളെയൊക്കെ മുത്തുനബിക്ക് കെട്ടിച്ചു കൊടുത്തത് നിങ്ങളുടെയൊക്കെ തന്തമാരാണ്, നിങ്ങളുടെ ഉപ്പമാരാണ്. പക്ഷേ എന്നെ മുത്തുനബിക്ക് കെട്ടിച്ചു കൊടുത്തത് ഏകാലാകാശത്തിന്റെ അപ്പുറത്തു നിന്ന് പടച്ച റബ്ബിന്റെ വിധിയിലാണ്. അല്ലാഹുവായ ജല്ല ജലാലുവാണ് എന്നെ മുത്തുനബിക്ക് കെട്ടിച്ചു കൊടുത്തത്. എന്റെ കൈക്കാരൻ എന്റെ ഉപ്പയല്ല, എന്റെ സഹോദരനല്ല, എന്റെ കുടുംബക്കാരല്ല, മറിച്ച് പടച്ചവനായ പടച്ച തമ്പുരാനാണ്, ഏകയിലാഹായ അള്ളാഹുവാണ് എന്റെ കൈക്കാരൻ എന്ന് പറഞ്ഞ് അഭിമാനിച്ചിട്ടുണ്ടായിരുന്ന അത്രയും മഹത്വമുള്ള ഉമ്മയായിരുന്നു ആര്? സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹാ. അവര് ഈ കല്യാണം കഴിച്ച വിഷയത്തെക്കുറിച്ച് അള്ളാഹു വലിയ മഹത്വത്തോട് അഹ്സാബ് സൂറത്തിന്റെ 37-ാമത്തെ ആയത്തിൽ പറയുന്നു. ആ ആയത്തെടുത്തിട്ട് പലരും ആക്ഷേപിക്കുന്ന കാലമുണ്ട് കേട്ടോ ഇപ്പോൾ. സ്വന്തം പോറ്റുമകന്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ ആ പോറ്റുമകൻ ആരുടെയോ എവിടെന്നോ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ വിറ്റ ഒരു അടിമയായിരുന്നല്ലോ സെയ്ദിനെ അടിമയായിട്ടല്ല കണ്ടത്, സെയ്ദിനെ വീട്ടിലെ ഒരു മകനെ പോലെയാണ് പോറ്റിയത്. ആ മകൻ ഒരു കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോ അതിനെ ഒഴിവാക്കിച്ചിട്ട് കെട്ടിച്ചതാണെന്നൊക്കെ പറയുന്നവർക്ക് മറുപടിയൊന്നും നമ്മൾ പറയാൻ പോകണ്ട. തന്റെ പൊന്നു വളർത്തുമകന്റെ ആ ഭാര്യയായിരിക്കാൻ ആഗ്രഹിച്ചിട്ട് വന്നിട്ട് അവര് തമ്മിൽ ആസ്വാരസ്യമുണ്ടായപ്പോൾ അവൾക്കൊരു ജീവിതം ഇല്ലാതാകണ്ട എന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട കുടുംബത്തിൽപ്പെട്ട എളാപ്പാന്റെ മകനാണ്, എളാപ്പാന്റെ അല്ല കുഞ്ഞിമ്മയുടെ മകളാണ് അമ്മത്ത്, റസൂലുള്ളാഹിന്റെ ഉപ്പയുടെ സഹോദരിയുടെ മകളാണ് കുഞ്ഞിമ്മ. നിങ്ങൾ എന്താ പറയാ, അമ്മായി അല്ലെ? അമ്മായിന്റെ മകളാണ് ആര്? സൈനബ് റളിയല്ലാഹു അൻഹ. അവരെ കല്യാണം കഴിച്ച് അവർക്കൊരു ജീവിതം കൊടുക്കാൻ അള്ളാഹു ഓർഡർ ഇട്ടതാണ്, മുത്തുനബിയായിട്ട് ചെയ്തതല്ല. ഇതിനെപ്പോലും ആക്ഷേപിച്ചു പറയുമ്പോഴാണ് ഈ ആയത്ത് പറഞ്ഞ അഹ്സാബ് സൂറത്തിലെ 37 കഴിഞ്ഞ് 38, 39, 40, 50 ഒക്കെ കഴിഞ്ഞ് അവസാനം 56-ാമത്തെ ആയത്തെത്തിയപ്പോൾ നിങ്ങളാരും മുത്തുനബിയെ കുറവാക്കി പറയല്ലേ, അതിന് യാതൊരു വഴിയും അതിലില്ല, പടച്ച തമ്പുരാനാണ് കെട്ടിച്ചു കൊടുത്തത്, അതിൽ യാതൊരു കുഴപ്പവുമില്ല. പോറ്റുമകൻ മകനെ പോലെ ആകില്ല. ഒരാളെ വീട്ടിൽ പണിക്ക് നിർത്തി എന്ന് പറഞ്ഞിട്ടോ മകനെ പോലെ നോക്കി എന്ന് പറഞ്ഞിട്ടോ ദത്തെടുത്തിട്ട് എവിടെന്നെങ്കിലും പോറ്റാൻ വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നാലോ മകനെ പോലെ ആവില്ല. അവരെ തൊടാനും പിടിക്കാനും ഒന്നും നമുക്ക് അധികാരമില്ല. പോറ്റുമകൻ എങ്ങനെയാ മകനെ പോലെ ആവുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഒരിക്കലും പോറ്റുമകൻ മകനെ പോലെയല്ല. ഇതെല്ലാം പറഞ്ഞിട്ട് 56-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞത് എന്താണെന്നറിയോ? അഹ്സാബ് സൂറത്ത് ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങൾ എടുത്തു നോക്കണം. അഹ്സാബ് സൂറത്തിന്റെ 56-ാമത്തെ ആയത്തിൽ നമ്മോട് അള്ളാഹു കൽപ്പിച്ചത് എന്താണ്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇന്നല്ലാഹ വമലായികതഹു, അല്ലാഹുവും അവന്റെ മാലാക്കമാരും അള്ളാഹും അവന്റെ ഇഷ്ട ദാസന്മാരായ ഏറ്റവും മഹത്വമുള്ള സൃഷ്ടികളായ നമ്മൾ കണ്ണിൽ കാണാത്ത ധാരാളം ഇബാദത്തുകൾ കൊണ്ട് മാത്രം സമയം ചെലവഴിക്കുന്ന മലക്കുകൾ ഉണ്ടല്ലോ, മലക്കുകള്. ആ മലക്കുകൾ ഒന്നടങ്കം ആകാശത്തിലും ഭൂമിയിലും എവിടെയെല്ലാം മലക്കുകളുണ്ടോ അവരെല്ലാവരും യുസല്ലൂന അലൻ നബി, മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് കേട്ടോ. യുസല്ലൂന, അവര് സലാത്ത് ചൊല്ലുന്നു. അള്ളാഹു സലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയുന്നു എന്നല്ല. പിന്നെ അള്ളാഹു നമ്മൾ സലാത്ത് ചെല്ലുമ്പോൾ അള്ളാഹു എന്താണോ ചെയ്യുന്നത് അത് അള്ളാഹു നമ്മൾ ചൊല്ലാതെ തന്നെ ചെയ്യുന്നു. അള്ളാഹുവെ മുത്തുനബിക്ക് നീ പ്രത്യേക കാരുണ്യം ചെയ്യണേ, അതിനുള്ള അറബിയാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അള്ളാഹുവെ ഞങ്ങളുടെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ പ്രത്യേക കാരുണ്യം ചൊരിയണേ. അതാണ് സ്വലാത്തിന്റെ അർത്ഥം. അത് നമ്മൾ പറയുമ്പോൾ അള്ളാഹു ചെയ്യുന്നല്ലോ, പറയാതെ തന്നെ അള്ളാഹു കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്നതിന്റെ അർത്ഥം. മലക്കുകൾ പിന്നെങ്ങനെ നമ്മളെപ്പോലെ മുത്തുനബിക്ക് പ്രാർത്ഥന നടത്തുന്നു, മുത്തുനബിക്ക് ധാരാളം നന്മകൾ ഉണ്ടാകാൻ റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ
മുത്തുനബിയുടെ 80 സഫിൽ നിൽക്കേണ്ട ആളുകളെ, മുഅ്മിനീങ്ങളെ, മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ പോകാൻ ഒരുപാട് മക്കളെ പെറ്റവരെ, ഒരുപാട് മക്കളെ പോറ്റിയവരെ, ഈ ദീനിലായി ആളുകളെ കൊണ്ടുവരാൻ ശ്രമിച്ചവരെ, ധാരാളം ഉമ്മത്തിനെ പെരുപ്പിക്കാൻ ശ്രമിച്ചവരെ, മുഅ്മിനീങ്ങളെ, സ്വല്ലൂ അലൈഹി, ആ മുത്തുനബിക്ക് നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക, വസല്ലിമൂ തസ്ലീമാ, ധാരാളം സലാമും ചൊല്ലുക. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റും ദുആയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10 പ്രാവശ്യം അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി അദിരിക്കിനി വേണ്ട, അത് ചില ഇമാമുകൾ അങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ ശൈഖുന താജ് ശരിയ ഉസ്താദ് നമ്മളോടൊക്കെ ചൊല്ലാൻ പറഞ്ഞ ആ സലാം ഇങ്ങനെയാണ്: സുബഹിക്ക് ശേഷം 10 പ്രാവശ്യം അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി അദിരിക്കിനി. അത്ര മതി. അദിരിക്കിനി വേണം, പിന്നെ യാ റസൂലല്ലാഹ് കൂട്ടാനില്ല. അത്ര 10 വട്ടം ചൊല്ലണം. വെള്ളിയാഴ്ച സുബഹി കഴിഞ്ഞാൽ 100 ചൊല്ലണം. ഒരു തസ്ബീഹ് തീരുന്നവരെ, കുറെ പണിയൊന്നുമില്ല. ഇത് നമ്മൾ ദിവസവും ചൊല്ലണമെന്നാണ് അള്ളാഹു കൽപ്പിച്ചത്. ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പ്രസവിക്കുന്നവരും സ്നേഹമുള്ളവരുമായ പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞല്ലോ. മഹദിയായ സൈനബ് ബിൻത് ജഹ്ഷിന്റെ കഥ പറയട്ടെ. കാനത്ത് സാലിഹത്തൻ തഖിയത്തൻ സാദിഖ, അവർ സ്വാലിഹായ ഉമ്മയായിരുന്നു, അള്ളാനെ പേടിക്കുന്ന തഖിയായ ഉമ്മയായിരുന്നു. സ്വാദിഖത്തൻ, സത്യമേ പറയുള്ളൂ, കള്ളം പറയാറില്ലായിരുന്നു. ഔസൽ റഹ്മി, കുടുംബത്തിനോട് വലിയ സ്നേഹമുള്ള കുടുംബക്കാർ വന്നാൽ സ്നേഹം കൊണ്ടിങ്ങനെ മേത്ത് വീഴുന്ന പോലെ അവർക്ക് എന്തെല്ലാമോ ഉണ്ടാക്കി കൊടുത്ത് അവരെ സ്വീകരിക്കുന്ന ഉമ്മയായിരുന്നു. വഅലമ സദഖ, ഒരുപാട് സ്വതക്ക ചെയ്യുന്ന ഉമ്മയായിരുന്നു. എങ്ങനെയാ സ്വതക്ക ചെയ്യുന്നറിയാം? കാനത്ത് സനായില്ലതേനി, കൈകൊണ്ട് പല സാധനങ്ങൾ അവരുണ്ടാക്കിയിരുന്നു. തദ്ബഹു, ഈ ആടിന്റെയൊക്കെ തോലിനെ ഇങ്ങനെ ഉണക്കിയിട്ട് അതിങ്ങനെ നല്ല സൂപ്പറാക്കിയിട്ട് വിൽക്കുമായിരുന്നു അവര്. തഹ്റൂസു, മാല കോർക്കുമായിരുന്നു, തസ്ബീഹിന്റെ മാല ഉണ്ടാക്കി വിൽക്കുമായിരുന്നു. നമ്മൾ ഈ വീട്ടിൽ ഇരുന്നു കൊണ്ട് നമ്മൾ സ്വയം ജോലി ചെയ്യുന്നതിനൊന്നും യാതൊരു വിരോധവും ഇല്ല. ഇനി അത്ര അത്യാവശ്യമാണെങ്കിൽ തന്റെ ചെലവ് നോക്കാൻ ആളുകൾ ഇല്ലെങ്കിൽ എല്ലാം മറച്ചുകൊണ്ട് ഒരു പുരുഷന്റെ മുമ്പിൽ ഒറ്റക്കാവുന്ന അവസ്ഥ ഇല്ലാത്ത രൂപത്തിൽ ഒരു ഷോപ്പിൽ ജോലി ചെയ്യുന്നതിനൊന്നും ഇസ്ലാം വിലക്കുന്നില്ല. അവരവരുടെ ജീവിത മാർഗങ്ങൾ നോക്കാൻ അവർക്ക് പെണ്ണുങ്ങൾക്കും കാര്യങ്ങൾ ചെയ്യാമെന്ന് തന്നെയാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. ഈ ഉമ്മ തന്റെ കൈകൊണ്ടുണ്ടാക്കിയ പല സാധനങ്ങളും വിട്ടിട്ട് വതസദ്ദഖ ബിഹി ഫീ സബീലില്ലാഹ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളം സദഖ ചെയ്യുമായിരുന്നു. നമ്മളെ കൂട്ടത്തിലുണ്ടല്ലോ നല്ല കൈപ്പട കൊണ്ട് നല്ല ചിത്രങ്ങൾ വരച്ച് വിൽക്കുന്ന ആളുകളുണ്ട്. ചിത്രം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ചെരുപ്പിന്റെ ചിത്രം വരച്ചിട്ട് നമ്മുടെ ഈ ക്ലാസ്സിന് സംഭാവന ഹദിയ നൽകിയത് നമ്മൾ ഓർക്കുന്നു. ഇപ്പൊ കേരളത്തിൽ ഒരു പെണ്ണുണ്ട്, ഒരു ചിത്രം വിറ്റുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു പെണ്ണ്. ആരുടെ ചിത്രമാണെന്നറിയാമോ? ശ്രീകൃഷ്ണന്റെ ചിത്രമാണ്. ഹിന്ദുക്കൾ ആരാധിക്കുന്ന ശ്രീകൃഷ്ണന്റെ ചിത്രവും വരച്ചുകൊണ്ട് ഓരോ അമ്പലങ്ങളുടെ സൈഡിൽ കൊണ്ടുപോയി വിറ്റിട്ട് തട്ടമിട്ട് നിൽക്കുവാണ്. തട്ടമുള്ള ഒരു പെണ്ണിങ്ങനെ ശ്രീകൃഷ്ണന്റെ ഇങ്ങനെ ഫോട്ടോ വരയ്ക്കും, ആളുകൾ നോക്കുമല്ലോ, അപ്പൊ നല്ല കച്ചവടമാവുമല്ലോ. ആ തട്ടമൊന്ന് മാറ്റിയിട്ടിട്ട് വേണം നീ വരച്ചിട്ട് പോയി നിൽക്കാനെന്ന് പലരും പറഞ്ഞപ്പോ പറഞ്ഞ ആളുകളെ തീവ്രവാദിയാക്കി, വലിയ മതവിരോധിയും ആളുകളെ എതിർക്കുന്ന ആളെന്നൊക്കെ അവൾ പറഞ്ഞു ഫേസ്ബുക്കിൽ. അവസാനം സംഭവിച്ചത് എന്താണെന്നറിയോ? അവളെ ഒരുപാട് ഫേമസ് ആയി. അവളെ കാണാന് നമ്മുടെ സാക്ഷാൽ നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോ അവളെ വിളിപ്പിച്ചു അത്രേ. അതുകൊണ്ട് അവൾക്ക് സ്വർഗം കിട്ടിയോ? നരേന്ദ്രമോദി വന്ന് കൈകൊടുത്തത് കൊണ്ട് സ്വർഗം കിട്ടിയോ? രാജ്യത്തെ വലിയൊരാൾ വന്ന് കൈകൊടുത്തു എന്നൊരു സ്ഥാനം അവൾക്കുണ്ടായി. പക്ഷേ എന്തിനാണ് തട്ടമിട്ടുകൊണ്ട് മറ്റൊരു മതത്തിന്റെ ആളുകൾ, അവരിൽ പലരും ചിത്രം വരക്കുന്ന ആളുകൾ ഉണ്ടാവും, അവരുടെ മതത്തിന്റെ ചിത്രങ്ങൾ വരച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരു കഷ്ടപ്പാടുണ്ടാക്കുന്ന രൂപത്തിൽ അവരുടെ കഞ്ഞിക്ക് അവരുടെ ചട്ടിയിൽ കല്ലിടാൻ വേണ്ടിയിട്ട് അവരുടെ ജോലി കളയാൻ വേണ്ടി ഇവളെന്തിനാ ആ ചിത്രം വരക്കാൻ പോയത് എന്ന് മാത്രമേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. തട്ടം മാറ്റിയിട്ട് വേണേ നിനക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അവസാനം ഈയിടെ അവൾ ലൈവിൽ വന്നുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ചാനലിൽ പോയിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നെ പലരും ബുദ്ധിമുട്ടാക്കുന്ന
ഉണ്ടാക്കുന്നുണ്ട്, എന്റെ വീടുകളിൽ വന്ന് പലരും ശല്യം ചെയ്യുന്നുണ്ട്, അതിൽ മുസ്ലിമും ഉണ്ട് എന്നാ പറഞ്ഞ. പക്ഷെ മുസ്ലിമിന്റെ പേരൊന്നും അവള് പിന്നെ പറഞ്ഞില്ല. ഏതോ ആളുകൾ കമന്റിൽ ഇങ്ങനെ പറഞ്ഞതിനെ മാത്രമേ പറയുന്നുള്ളൂ. വീട്ടിൽ വന്ന് അവളുടെ ശരീരത്തെ ഉപദ്രവിച്ചതൊക്കെ മറ്റു മതക്കാരിൽ നിന്നുള്ള പേരുള്ള ആളുകളെയാണ് അവൾ പറഞ്ഞത്. അവൾക്ക് ഇപ്പോൾ ജീവിത മാർഗമില്ലാതെ കോടതി പോലും അവളെ കേസെടുക്കുന്നില്ല. അവൾ പലതും കളവ് പറയുകയാണെന്നും അവൾ പറഞ്ഞതൊന്നും തെളിയിക്കാൻ അവൾക്ക് കഴിയുന്നില്ല എന്നും അവസാനം ചിത്രം വരച്ചത് തന്നെ ഹിന്ദുക്കളായ സഹോദരങ്ങൾ പറയാൻ തുടങ്ങി. ഇവള് വരക്കുന്നത് ഒരേ ചിത്രമാണ്, ശ്രീകൃഷ്ണന്റെ ഒരു ചിത്രം മാത്രം, അത് മറ്റൊരു ആംഗിളിൽ അവൾക്ക് വരക്കാൻ കഴിയുന്നില്ല. അപ്പൊ പിന്നെ ഇതെന്തോ അവൾ അച്ചിയെടുത്തിട്ട് ഉണ്ടാക്കുകയാണ്, വരക്കാനുള്ള കഴിവൊന്നും അവൾക്കില്ല, ഇവള് തട്ടിപ്പാണ് എന്ന് ഹിന്ദുക്കൾ വരെ പറഞ്ഞു കഴിഞ്ഞ അവസ്ഥയിലേക്കാണ് എത്തിയത്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾക്ക് കഴിയുന്ന ജോലികള് ഹലാലായ രൂപത്തിൽ ചെയ്തിട്ട് അത് സ്വതക്ക ചെയ്യാനും അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് നമ്മൾ കൊടുക്കാനും ഒക്കെ തയ്യാറായാൽ അതിൽ വിരോധമില്ല. മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ ലഖദ് ദഹബത് ഹമീദത, അവൾ അവസാനം അവർ മരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? വല്ലാത്ത എല്ലാവരും ആദരിക്കുന്ന രൂപത്തിൽ മുത്തുനബി നേരത്തെ അത്തുവലുക്കുന്നയതാ, കൈ നീളമുള്ളവളെന്ന വലിയ പ്രശംസ ഏറ്റുവാങ്ങിയിട്ടാണ്. സ്വതക്ക ചെയ്തത് അള്ളാഹ് സ്വീകരിച്ച പെണ്ണാണെന്നല്ലേ അതിന്റെ അർത്ഥം. അള്ളാഹു സ്വീകരിച്ച ഉമ്മയാണ്, ധാരാളം വെച്ച് വിളമ്പിയ ഉമ്മയാണ്, ധാരാളം സൽക്കരിച്ച ഉമ്മയാണ്, ഒരുപാട് ആളുകൾക്ക് സന്തോഷത്തിന്റെ സർവത്ത് കൊടുത്ത ഉമ്മയാണ്, സ്വീകരിച്ച ഉമ്മയാണ്, ഭക്ഷണം പാകം ചെയ്ത ഉമ്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, സ്വർഗം കിട്ടാൻ, ഈമാനോടെ മരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് 4 കാര്യം. ഒരു ഹദീസിൽ പറയുന്നു, ഈമാനോടെ മരിക്കാൻ വേണ്ടി കഴിയുന്ന 3 കാര്യം. ഒന്ന്, അത്അമുത്ത്വാം, നിങ്ങൾ ഭക്ഷണം മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക. നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുക. വസിലുൽ അർഹാമ, കുടുംബക്കാർ വീട്ടിലേക്ക് വന്നാൽ അവരെ നിങ്ങൾ സ്നേഹത്തോടെ വരവേൽക്കുകയും കുടുംബബന്ധം ചേർക്കാൻ അവരുടെ വീടുകളിലേക്ക് പോവുകയും ചെയ്യുക. നിങ്ങൾ ആ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലേക്ക് കുടുംബക്കാർ വരുമ്പോൾ അവരെ നല്ല രൂപത്തിൽ സ്വീകരിക്കുന്നവരായിരിക്കണം. അവർ വന്നപ്പോ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ അയിലയും മത്തിയും അതൊക്കെ മോശമാണെന്നല്ല, പക്ഷെ കുടുംബത്തിലേക്ക് ഒരാൾ വരുമ്പോൾ ചുരുങ്ങിയത് നമ്മളെ പ്രിയപ്പെട്ട കോഴിയെങ്കിലും വേണ്ടേ? അതുപോലെ അർത്ഥത്തില്ല. കുടുംബക്കാർ വീട്ടിൽ വന്നാൽ നമ്മൾ സൽക്കരിക്കില്ല. ചില ആളുകളുണ്ട്, ചില ഉമ്മമാര്, ഈ നാട്ടിൽ അങ്ങനെയുള്ള ഉമ്മമാരൊന്നുമില്ല, ചില ഉമ്മമാരുണ്ട്. ഈ ആ പെണ്ണുങ്ങളെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും വന്നാൽ കോഴിയൊന്നും പോരാ, സാക്ഷാൽ ആട് തന്നെ വേണം. തന്റെ കുടുംബത്തിൽ നിന്ന് വന്നാൽ ആളുകൾക്ക് സൽക്കരിക്കാൻ അവരെ പോകാൻ സമ്മതിക്കാതെ 1, 2, 3 ദിവസവും താമസിപ്പിക്കുന്ന നീ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന്, ഞാനിത് നിങ്ങളെ പറയല്ല കേട്ടോ, ആരും ബേജാറാക്കിയണ്ട, ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ ഉമ്മ വന്നാൽ പോലും ഒരു സൽക്കാരം ഉണ്ടാക്കില്ല. അത് അവര് അതൊന്നും കഴിക്കൂല, അവർക്ക് ഇതിന് പ്രത്യേകം ഒരു പോയിന്റാണ്. അതിനാണ് ഞാൻ വെല്ലടിച്ചത്. ഭർത്താവിന്റെ ഉമ്മ ബാസല്ലേ, അവർക്കൊരു കോഴി എല്ലാം അർത്ഥിട്ട് എന്തിനാ അവരത് കഴിക്കൂല, കുറച്ചിങ്ങനെ ചാറെടുക്കും. ഇത് കഴിക്കാൻ വേണ്ടിയല്ല, സൽക്കാരത്തിന് വേണ്ടിയല്ല, ഒരാളെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് നമ്മൾ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഹദീസിലുള്ളത്, മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം വൈഫഹു. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള ഒരു ഈമാനുള്ള ഉമ്മയാണോ നീ? മനസ്സിന്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടാ? എന്നാൽ ഫൽയുക്രിം വൈഫഹു, അവന്റെ വീട്ടിലേക്ക് വരുന്നത് ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന ഒരാളാണെങ്കിൽ പോലും നിനക്ക് കഴിയുന്ന രൂപത്തിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കുക. മീനിന് കൊടുക്കുന്ന അതേ പൈസയാണ്, ഒരുപക്ഷെ കുറവായിരിക്കും ചിലപ്പോ ഈ കോഴിക്ക്. പക്ഷെ കോഴി ഉണ്ടാക്കാൻ കുറച്ചുകൂടി ടൊമാറ്റോ കൂടുതൽ വേണമെന്നേ ഉള്ളൂ, അല്ലെ? തെറ്റിയാ? എനിക്കങ്ങനെ പാചകമൊന്നും അറിയില്ല, വാചകം അടിക്കാനേ അറിയുള്ളൂ. എന്നാലും കാണുന്നതൊക്കെ നമ്മളിപ്പോ കോഴി കൊണ്ടുവന്ന വീട്ടിൽ നിന്ന് ബുഷറ പറയും, നമ്മളൊരു വീട്ടിലത്തെ ഒരാളാണ് ബുഷറ എന്ന് പറയുന്നത്. അവര് പറയും ഒരു ടൊമാറ്റോ കുറച്ച് വാങ്ങണം, പിന്നെ എന്താണ് പച്ചമുളക് വാങ്ങണം, പിന്നെ ഒരു 10 രൂപന്റെ മല്ലിച്ചപ്പ് വാങ്ങണം. അതൊരു എക്സ്ട്രാ വാങ്ങണമെന്നേ ഉള്ളൂ. അത് കോഴിന്റെ കറിക്ക് കൂടാം, മീനിന്റെ കറിക്ക് കൂടാന്നാണ് ഇവിടത്തെ ചില പാചകങ്ങൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെ കോഴി കറി വെച്ചാലും ആ മീന് കറി
വെച്ചാലും ചില ഉമ്മമാർ കൊടുത്തയക്കുന്ന കറികൾ വളരെ ടേസ്റ്റ് ആയിരിക്കും. അതിൽ കോഴിക്കറിയുടെ മണം ഉണ്ടാവും. അത് എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. ആ ഒരു ടെക്നിക്കൊക്കെ നമുക്കും കൂടി പഠിപ്പിക്കണം കേട്ടോ. ചില ആളുകളുണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകൾ. നമ്മൾ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് പാചകം പഠിപ്പിക്കണം. ഉമ്മമാര് വെച്ചു വിളമ്പാൻ അവരുടെ കൈകൊണ്ട് അള്ളാഹുവിന്റെ ദീനിലെ ഏതെങ്കിലും ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു മൂമിനിന് അല്ലെങ്കിൽ ഒരു ഉസ്താദിന് ഒരു തങ്ങൾക്ക് വെച്ചു വിളമ്പിയിട്ട് നല്ല ഭക്ഷണമാണെന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. പണ്ടൊരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. അതൊരു കുടിക്കാൻ പറ്റിയ ഒരു സാധനം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അതിൽ അയാളുടെ ഒരു മുടിയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുടിയെടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ജമ്മിൽഹു, അല്ലാഹുവേ ഈ മുടിയെ നീ ഭംഗിയാക്കണേ അല്ലാഹ്. കാരണം ഒരാളുടെ മുടി, പണ്ടത്തോർ പറയാറുണ്ട്, ഒരു ഭക്ഷണത്തിൽ ഇത് വീണാണെങ്കിൽ അയാൾക്ക് നമ്മളോട് സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ് ആ മുടി അതിൽ വീണത് എന്ന്. ഇനി ഭക്ഷണത്തിലൊക്കെ ഉള്ള മുടിയെല്ലാം ഇട്ടിട്ട് ഉസ്താദിനോട് സ്നേഹം കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഭർത്താവിനോട് സ്നേഹം കാണിക്കാൻ കൂടുതൽ മുടി ഇട്ടേക്കരുത്. അപ്പം ആ പണ്ടത്തോർ പറഞ്ഞാണ്, അത് ഹദീസല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുടിയെടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ജമ്മിൽഹു, ഇയാളുടെ മുടി നീ വളരെ ഭംഗിയാക്കണേ അല്ലാഹ്. ആ ദുആ ഫലിച്ചത് എങ്ങനെയാണെന്നറിയോ? അയാൾക്ക് 80 വയസ്സായിട്ടും അയാളെ മുടി നരച്ചിട്ടേ ഇല്ലായിരുന്നു അത്ര. അത് മുത്തുനബിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തുകൊണ്ട് പോയതിന്റെ ശേഷം കിട്ടിയ ഒരു ദുആയാണ്. നിങ്ങളൊരു തങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഉസ്താദിന് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു സർബത്തോ ഒരു ജ്യൂസോ അല്ലെങ്കിൽ ഒരു ഭക്ഷണമോ കറിയോ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആ ഉസ്താദിന് ഒരു മുടി കിട്ടിയാൽ അതിന് തൊടാൻ പറ്റുമോ? വേണോ പറഞ്ഞ് തൊടാൻ പറ്റൂല. അതിനെ എറിയാൻ വേണ്ടി ഇങ്ങനെ തൊടുമ്പോ അള്ളാഹു ആ പെണ്ണിന്റെ മുടി ഞാൻ ഭംഗിയാക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോഴും നിങ്ങൾ നല്ല ചെറുപ്പക്കാരികളും മുടി കറക്കാത്ത ആളുകളുമായി നിൽക്കും. എല്ലാവരുടെയും ദുആ കിട്ടാൻ ഭക്ഷണം പാകം ചെയ്യുക എന്നുള്ളത് വലിയൊരു ഉപകാരമുള്ള സംഗതിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ യൂട്യൂബിലും മറ്റു ഉള്ളിടത്തുമൊക്കെ നോക്കിയിട്ട് എന്തെല്ലാമോ ഉണ്ടാക്കി വയറ്റിന് ദോഷം ഉണ്ടാക്കുന്നതിന് പകരം നമ്മളെ ഉമ്മമാര് പണ്ട് മുതലേ വെച്ചുകൊണ്ടുവരുന്ന അരച്ചുണ്ടാക്കിയ ആ നല്ല കറിയും കൈകൊണ്ടുണ്ടാക്കുന്ന പത്തരമൊക്കെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിലൂടെ ധാരാളം ദുആ നമുക്ക് കിട്ടും. ഞാൻ പറയട്ടെ, നമ്മുടെ വീട്ടിൽ നിന്ന് വന്നാലും നമ്മുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്നാലും അയൽപ്പക്കത്ത് കുറച്ചപ്പുറമുള്ള ഒരു ഉമ്മ ഒരു ദിവസം നമ്മളെ വീട്ടിൽ വന്നു. അപ്പൊ നമ്മൾ ഉണ്ടാക്കേണ്ട സർവത്തേതാ? നീ നല്ല ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവന്ന സർവത്ത് ഉണ്ടാക്കാൻ നല്ല ഫലമുള്ള നല്ല വിലയുള്ള കുപ്പിയില്ലേ, അപ്പുറം നീ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതെടുത്തിട്ട് അതിൽ ബദാം ഇട്ടിട്ട് അതിൽ നല്ല പാലൊഴിച്ചിട്ട് ജ്യൂസാക്കിയിട്ട് ആ ഉമ്മാക്ക് നീ കൊടുക്കാത്തതെന്തേ? അത് തീർന്നു പോകും. അത് എന്റെ മോനിഷ്ടം, ഭയങ്കര മോക്കിഷ്ടം, അതിന് കൊടുക്കാനാണ്. അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിൽ നിന്ന് ആള് വരാണ്ട് അതിന് കൊടുക്കാനാ വെച്ചത്. അത് പിന്നെയും വാങ്ങാം, ഷോപ്പുകളിൽ ഉണ്ടല്ലോ, അള്ളാഹു നമുക്ക് തരുമല്ലോ. നിങ്ങൾ വന്ന വിരുന്നുകാരനെ സൽക്കരിക്ക്. അതാണ് ഈമാനിന്റെ ഭാഗം. നീ അള്ളാഹുവിന് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാനോടുകൂടെ മരിക്കാൻ വേണ്ടി 3 കാര്യം പറയുന്നു. നോക്ക്, ഈമാനോടുകൂടെ മരിക്കാനുള്ള അമല് 3 പറയുന്നതിൽ നിന്ന് 1 പറഞ്ഞത് എന്താണെന്നറിയോ? നല്ല ഭക്ഷണം ഉണ്ടാക്കാനാണ്. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അത് ആണുങ്ങൾക്ക് അതിന്റെ കൂലി എങ്ങനെയാ? ആ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനം വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുക. അപ്പൊ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. വസിലുൽ അർഹാം, കുടുംബ ബന്ധം ചേർക്കുക. കുടുംബം എന്ന് പറഞ്ഞത് തന്റെ സ്വന്തം കുടുംബമല്ല, ഉമ്മാന്റെ ഭാഗത്ത് ഉപ്പാന്റെ ഭാഗത്ത് കെട്ടുബന്ധം എന്ന് പറഞ്ഞാൽ നിന്റെ മാപ്പളിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകളും നിന്റെ കുടുംബമാണ്. ഈ കുടുംബത്തെ മൊത്തം നീ ചേർക്കുക. അവര് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവർക്ക് സൽക്കാരം ഉണ്ടാക്കുക. ഇത് 2 ആയല്ലോ. എന്തെല്ലായി? ഭക്ഷണം ഉണ്ടാക്കുക, കുടുംബത്തിൽ നമ്മൾ പോവുക. അപ്പൊ നമ്മളെയോ അത് സ്വീകരിക്കും കേട്ടോ. അവരിങ്ങോട്ട് വരുമ്പോ നമ്മൾ സ്വീകരിച്ചതുപോലെ അവര് അവിടത്ത് പോകുമ്പോൾ നമ്മൾ സ്വീകരിക്കും. അങ്ങനെ പരസ്പരം പോകുമ്പോഴാണ് നമ്മുടെ വീടുകൾ സജീവമാകുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ വിരുന്നുകാർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള നല്ല പാത്രങ്ങളില്ലേ, അവര് വന്നാ കൊടുക്കാനുള്ള വിരിപ്പുകളില്ലേ, അതൊക്കെ അവര് വന്നാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അവര് വരാൻ നമ്മൾ അങ്ങോട്ട് പോകണം.
നമ്മൾ പോയാൽ അവരെ ഇടയ്ക്ക് ലീവിൽ നമ്മളെ വീട്ടിൽ വരുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് ഇത് ഏതോ ഒരു ബന്ധം മാത്രം, എല്ലാ കുടുംബത്തെയും വേണ്ട, ഏതോ ഒരു കുടുംബത്തോട് മാത്രം വലിയ സ്നേഹം, ഇതൊന്നും കുടുംബ ബന്ധം ചേർക്കലാവൂല. അവര് കുറച്ച് നല്ല ഒരു കഴിവുള്ള ആളുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ പേരുള്ള ആളുകളോ ആയതുകൊണ്ട് നീ അവിടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ചുരുളുന്നു എന്നല്ലാതെ, നീ അള്ളാഹ്ക്കും വേണ്ടി കുടുംബ ബന്ധം ചേർക്കുന്നതാണെങ്കിൽ ഫക്കീറായ, കാണാൻ ചേലില്ലാത്ത, അല്ലെങ്കിൽ നല്ല വീടില്ലാത്ത, വലിയ ബിസിനസ് ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ നിന്റെ പാവപ്പെട്ടവനായ വലിയ കുടുംബമൊന്നും ഇല്ലാത്ത നിന്റെ ഭർത്താവിന്റെ ഏതെങ്കിലും ആങ്ങളമാരുടെ ഉമ്മാമയുടെ ഒക്കെ വീട്ടിൽ പോകാൻ നീ എന്തുകൊണ്ട് ആഗ്രഹിക്കാത്തത്? നിനക്ക് ഈമാനില്ലാഞ്ഞിട്ടാണ്. നിനക്ക് ഈമാനുണ്ടെങ്കിൽ അവരെയും സൽക്കരിക്കണം, അതുപോലെ അവരുടെ വീടുകളിലും നീ ചെല്ലണം. അത്രയും ഭക്ഷണം പാകം ചെയ്ത് അവർക്ക് ഭക്ഷിപ്പിക്കുക. വസിലുൽ അർഹാം, കുടുംബ ബന്ധം ചേർക്കുക. രണ്ടായി. ആളുകളൊക്കെ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കാൻ ശ്രമിക്കുക. രാത്രി നിസ്കാരം മുടക്കരുത്. എത്ര ക്ഷീണത്തിൽ ഉറങ്ങിയാലും ഒരു 3:03 ഇപ്പോ 5:03 ബാങ്ക്. അപ്പൊ 1 മണിക്കൂർ മുമ്പ് വേണ്ട, ഒരു 3/4 മണിക്കൂർ മുമ്പ് അല്ലെ? അപ്പൊ ഏകദേശം ഒരു 4:18 വെക്ക്, 4:20 വെച്ചാൽ മതി. അപ്പൊ എന്താവും? കറക്റ്റായിട്ട് ഒരു 3/4 മണിക്കൂറിന്റെ അടുത്ത് കിട്ടും. എഴുന്നേറ്റ് ഉള്ളു എടുത്ത് വരുമ്പോ ഏകദേശം ഒരു 20 മിനിറ്റ്, ഒരു മൂളിപ്പാട്ടൊക്കെ പാടിയിട്ടൊന്ന് ഉറക്കെല്ലാം തൂങ്ങിയിട്ട് ബാത്റൂമില് ഇങ്ങനെ വരുമ്പോ ഒരു 20 മിനിറ്റ് പിടിക്കും. പിന്നെ കിട്ടുന്നത് നമുക്കൊരു 20 മിനിറ്റാണ് അല്ലെ? ആ 20 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുക. തഹജ്ജുദിന്റെ സുന്നത്ത് നിസ്കാരം എന്നാണ് അതിന്റെ പേര്, അറിയാമല്ലോ. അങ്ങനെ എല്ലാവരും ഉറങ്ങിയിരിക്കെ ഒരു നിസ്കാരം നിസ്കരിക്കുക. ഇത് ഏറ്റവും ചുരുങ്ങിയ രൂപവും പണിയില്ലാത്ത എളുപ്പത്തിന്റെ രൂപമാണ് പറഞ്ഞത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാത്രി എഴുന്നേൽക്കും, നിസ്കരിക്കും, വീണ്ടും ഉറങ്ങും, വീണ്ടും എഴുന്നേൽക്കും, നിസ്കരിക്കും. അങ്ങനെ 3-4 വട്ടമൊക്കെ ഇടയ്ക്കിടെ ഉറങ്ങി നിസ്കരിക്കും. കാരണം രാത്രി മുഴുവനും ഒറ്റ ഉറക്കിൽ നിസ്കാരം ഇല്ലാതെ കഴിയരുത് എന്നാണ്. പകലിൽ ഇടയ്ക്കിടയ്ക്ക് ളുഹറും അസ്റും മഗ്‌രിബും ഒക്കെ ഉള്ളത് കൊണ്ട് രാത്രി ഇല്ലാതാകണ്ട എന്നാണ് മുത്തുനബിയുടെ തീരുമാനം. അള്ളാഹു നമുക്ക് നന്നാകാൻ തൗഫീഖ് ചെയ്യട്ടെ. തഹജ്ജുദ് നിസ്കാരം 2 റക്അത്തെങ്കിലും നിസ്കരിക്കാതെ സുബഹി വാങ്ങി കൊടുത്താൽ, ഒരാൾക്ക് അങ്ങനെ സുബഹി കൊടുത്താൽ, ഒരാൾക്ക് അങ്ങനെ സുബഹി ആയാൽ, അയാളുടെ 2 കാതിലും കേട്ടിനല്ലോ അല്ലെ, 2 കാതിലും ശൈത്താൻ 1ഉം 2ഉം ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. 1ഉം 2ഉം, മനസ്സിലായില്ലേ? ശരിക്കും മൂത്രം ഒഴിച്ചിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഹദീസിലുള്ളത്. അങ്ങനെ രാത്രി എല്ലാവരും ഉറങ്ങുമ്പോ എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, രക്ഷപ്പെട്ടുകൊണ്ട് നിനക്ക് സ്വർഗത്തിൽ കടക്കാം. രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ കടക്കാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മഹാന്മാര് പറയുന്ന അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഒരാൾ മരിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഒരാൾ മരിച്ചാൽ അയാൾ സ്വർഗത്തിൽ കടക്കൂന്ന് മാത്രമല്ല, അയാൾക്ക് ആദ്യ വിഭാഗത്തിൽ നരകം കാണാതെ, നരകത്തിൽ കടക്കാതെ, ഒരിക്കലും ഒരു ദോഷത്തിനും ശിക്ഷിക്കപ്പെടാതെ പൂർണ്ണമായും സ്വർഗത്തിന്റെ ആളായി പോകാൻ പറ്റും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണ് രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ കടക്കുക. ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം സ്വർഗം കിട്ടുന്നുണ്ട്. എല്ലാ ഉമ്മത്തിനും, മുത്തുനബിയുടെ എല്ലാ ഉമ്മത്തിനും സ്വർഗം കിട്ടും. അവർ ചെയ്ത തെറ്റുകൾ മാപ്പാക്കിയിട്ടില്ലെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിച്ചതിന്റെ ശേഷമാണ് കിട്ടുക. ഒരാൾ ബിസലാമിൻ, അള്ളാഹുവിൽ പ്രത്യേകം കൊടുക്കുന്ന സലാമോടുകൂടെ, സലാമത്തോടെ ഒരാൾ സലാമത്തായിട്ട് സ്വർഗത്തിൽ കടക്കണമെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യം ചെയ്യുക. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനെ മറ്റൊരർത്ഥത്തിൽ നമ്മൾ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത് ഈ രൂപത്തിലായാൽ ഞാൻ പറയുന്നത് പോലെയായിരിക്കും. എങ്ങനെ? ഒരാള് എല്ലാവർക്കും തന്റെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ സാധനത്തെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, അവളുടെ കൈ വലുതാണ്, അവൾ കൊടുക്കുന്നതിൽ പിശുക്ക് കാണിക്കുന്നില്ല. ഉസ്താദുമാർക്ക് ചില വീടുകളിൽ നിന്ന് വരുന്ന പാത്രം നോക്കുമ്പോൾ തന്നെ അറിയും ആ വീട്ടിലെ ഉമ്മയുടെ കൈ ചെറുതാണോ അല്ല വലുതാണോ എന്ന്. ഇവിടത്തെ കാര്യമല്ല കേട്ടോ പറയുന്നത്. മൊത്തത്തില് ചില ഉസ്താദുമാർ ഇവിടെ ഇങ്ങനെ നോക്കിയിട്ട് ചിലപ്പോ രാവിലത്തെ 5 ഉസ്താദുമാരുണ്ടാവുമല്ലോ, അപ്പൊ ഒരു 2 ഉസ്താദുമാർ ഇതിൽ കനവില്ല എന്ന് പറഞ്ഞ് നോക്കാതെ തന്നെ പോകും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ചിലപ്പോൾ വീടുകളിൽ നമ്മൾ ആണുങ്ങൾ ശ്രദ്ധിക്കൂല. ഉമ്മമാർക്ക് 5 ആണോ 3 ആണോ എന്ന് അറിയില്ല, അതുകൊണ്ട് സംഭവിക്കുന്നതായിരിക്കും. അതേസമയം ചില വീടുകളിൽ ഒരു പാത്രം കൊണ്ടായാലും മതിയാവില്ല, ഒന്നുകൊണ്ട് 5 ആൾ എങ്ങനെയാ? ഒന്നിൽ തന്നെ ബാക്കിയാവുന്നതാണ് നമ്മൾ അവരോട് പറയാറുള്ളത്. 2 പാത്രവും നിറയെ ഭക്ഷണവും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി മതി വരാത്ത ആ നീളമുള്ള മനസ്സിന്റെ ഉടമകളാണ് ആ കൈ എന്ന് പറഞ്ഞത്. അങ്ങനെ ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയാവുക.
പിന്നെയോ കുടുംബത്തിന് പ്രിയപ്പെട്ട ഉമ്മയാവുക. ചില പെണ്ണുങ്ങളുണ്ട് കെട്ടിച്ചു കൊടുത്ത നാട്ടിൽ വലിയ പേരെടുക്കും, ആ കുടുംബത്തിലെ എല്ലാവരോടും നല്ല സംസാരം, എല്ലാവരും പറയും ആ വീട്ടിലേക്ക് വന്ന പെണ്ണ്, ഈ നാട്ടിൽ ആരും അങ്ങനത്തെ ഒരു പെണ്ണ് വന്നിട്ടില്ല. എൻ്റെ വീട്ടിലുള്ള പെണ്ണിനെ കുറിച്ച് പലരും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഞാൻ അവൾ കേൾക്കാൻ വേണ്ടി പറഞ്ഞല്ല, അവൾ ഇത് കേൾക്കൂല കേട്ടോ. അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു അമ്മായി പറയാറുണ്ട്, ഇവളെ പോലെ ഈ നാട്ടിലേക്ക് ആരും വന്നിട്ടില്ല. കാരണം ആരോടും ചൊടിക്കലില്ല, ചൊടിക്കാൻ നമ്മൾ പോകുന്ന വാക്ക് പറയുമ്പോൾ അത് വേണ്ടാന്ന് പറയും, ദേഷ്യപ്പെട്ട് ആരെ കുറിച്ചെങ്കിലും ഞാൻ എന്തെങ്കിലും മോശമായത് പറയുമ്പോൾ അതിനെ തിരുത്തും. ഇങ്ങനെ ഒരു പെണ്ണ് എനിക്ക് വേറെ കണ്ടിട്ടേ ഇല്ല. സത്യമായിട്ട് എൻ്റെ ഭാര്യയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അവൾക്ക് താമസിക്കാൻ, അവളുടെ മക്കൾക്ക് ഉറങ്ങാൻ ഒരു വീടുണ്ടാക്കണമെന്ന് ഞാൻ 2 വർഷമായി ആഗ്രഹിക്കുന്നു. അവള് പറയാറുള്ളത് അള്ള കണക്കാക്കിയപ്പോ ആവും. അതിലും എനിക്കൊരു ധൈര്യം അവളാ തരുന്നത്. അതുകൊണ്ട് ഇതുവരെ വീടാക്കാൻ ഞാൻ ഒരുങ്ങാത്തത് തന്നെ. നിങ്ങൾ ഈ നാട്ടിൽ എല്ലാവരും എഴുതിച്ചിട്ടുണ്ട്, കുറെ ആൾ എഴുതിച്ചിട്ടുണ്ട്, കുറെ ആൾ തന്ന് എല്ലാം നോക്കുമ്പോ ഒരു 2,25,000 അങ്ങനെയാണ് നമ്മള് മൊയ്തീൻ കുഞ്ഞും മറ്റൊക്കെ എണ്ണിയപ്പോ പറഞ്ഞ ആ സാധനം. ഒരു 2.5 ലക്ഷത്തിന്റെ ഉള്ളിലാണ് ആയിട്ടുള്ളത്. ഒരു 10, 12, 15 ലക്ഷം ആവേണ്ടടുത്ത് ഒരു 2.25 ലക്ഷമാണ് ആയത്. അത് തന്നെ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, പണി തുടങ്ങാനേ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇന്നു മുതൽ സലാത്ത് ചെല്ലാൻ തുടങ്ങുക. ഞാൻ എൻ്റെ ഗ്രൂപ്പുകളിൽ സലാത്ത് ചെല്ലിക്കുന്ന ഉമ്മമാരോടൊക്കെ പറഞ്ഞതും അതാണ്. നിങ്ങൾ ചൊല്ലിയ സലാത്തിന് ശേഷം, തഹജ്ജുദിന് ശേഷം നമ്മുടെ വീട്, ഒരുപാട് മൂമിനാത്തുകൾക്ക് വീടില്ല, ഒരുപാട് തങ്ങന്മാർക്ക് വീടില്ല, വിധവകളായ ഉമ്മമാര്, മാപ്പിള മരിച്ച ഉമ്മമാര് ഒരുപാട് വീടില്ലാതെ കഴിയുന്നവരുണ്ട്. ഇന്ന് കണ്ണൂരിൽ നിന്നൊരു സഹോദരി വിളിച്ചു, കല്യാണം കഴിഞ്ഞിട്ടേ ഇല്ല, ആങ്ങളമാരില്ല, ആരുമില്ല, ഒരു വാടക വീട്ടിൽ കഴിയാണ്, എവിടെയെങ്കിലും ജോലി ചെയ്തിട്ട് വാടക കൊടുക്കുന്നതാണ്, വാടക കൊടുക്കാതെ വീട്ടിൽ നടക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിച്ചപ്പോ 30, 40 വയസ്സായി കല്യാണം കഴിയാത്തൊരു ഉമ്മ. എല്ലാവർക്കും വീടുണ്ടാവണം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഈ ഉസ്താദിന് പെട്ടെന്ന് തന്നെ അതിന് വഴി അള്ള തുറന്നു തരണം. എന്താണ് തടസ്സം എന്നറിയില്ല, ആ തടസ്സം അള്ളാഹു നീക്കിയാലേ നീങ്ങുള്ളൂ. അള്ളാഹു നമുക്ക് വഴികൾ തുറന്നു തരണം. നമ്മളെ മക്കൾക്ക്, നമ്മളെ ഭർത്താക്കന്മാർക്ക്, നമ്മുടെ ജീവിച്ചിരിക്കുന്നവർക്ക്, മരിച്ചുപോയവരുടെ അവസ്ഥ നമുക്കറിയില്ല. എല്ലാവർക്കും ദുആ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വേദിയായി സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ഇറക്കുന്ന ദുആനെ ആക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ദുആ മാത്രമാണ് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്താനുണ്ടാവുക. ഉമ്മമാര് ഇങ്ങനെ സ്വതക്ക ചെയ്യുകയും അതുപോലെ കുടുംബ ബന്ധം ചേർക്കുകയും രാത്രി നിസ്കരിക്കുകയും ചെയ്യുന്ന ഉമ്മമാർ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ അവർക്ക് ഭാഗ്യം കിട്ടുമെന്നാണ് ഈ ഹദീസിന്റെ വിശദീകരണം എനിക്ക് പറയാൻ കഴിയുന്നത്. കാരണം തദ്ഖുലുൽ ജന്നത ബിസലാം, രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ അവർക്ക് കഴിയുമെന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. സൈനബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇങ്ങനെ നീണ്ടു പറയണോ ഞാൻ വിചാരിച്ചത്, പക്ഷേ ഞാൻ നിർത്തുകയാണ്. ഈ ഹദീസിന്റെ 2ാം ഭാഗം സ്നേഹമുള്ള പെണ്ണ്, മറ്റൊന്ന് അൽ വലൂദ്, ധാരാളം പ്രസവിക്കുന്ന പെണ്ണാകണം. സ്നേഹമുള്ള പെണ്ണിനെ ധാരാളം പ്രസവിക്കുന്ന പെണ്ണാകാൻ പറ്റുകയുള്ളൂ. ചോദിച്ചിട്ട് മൂലക്കിരിക്കുന്നു, തൊടാൻ വരുമ്പോൾ ഭർത്താവിനെ തൊടാൻ സമ്മതിക്കാത്ത, ചവിട്ടുന്ന എന്ന് പറയുന്ന പെണ്ണ്. അതുപോലെ പിന്നെ നല്ല ഡ്രസ്സുകൾ വീട്ടിൽ ധരിക്കില്ല, അവനെ മോഹിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കില്ല, അവനെന്തെങ്കിലും ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിൽ ഉള്ള ടെൻഷനെ കൂട്ടും. ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം അവൾ ഇവിടെ കേട്ടിട്ട് അവിടെ വിടും. ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു അൻഹ വീട്ടിൽ മകൻ മരിച്ച രാത്രിയിൽ പോലും ഭർത്താവ് യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ഭക്ഷണം പാകം ചെയ്യുകയും ആ ഭർത്താവിന് വേണ്ടി നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് മോഹിനിയാവുകയും ചെയ്തു. മോഹിനി, മറ്റുള്ളവരെ മോഹിപ്പിക്കുന്ന പെണ്ണ്. അങ്ങനെ ഭർത്താവിന്റെ മുന്നിൽ മോഹിനിയായി നോക്കുന്ന പെണ്ണ്. ഇങ്ങനെ ചറപറ ടീച്ചർ സംസാരിക്കുന്ന പോലെ സംസാരിച്ചാൽ ഒരു ആണിന് മോഹമുണ്ടാകില്ല. കണ്ണ് കുറച്ച് ചെറുതാക്കി ഒരു സൈഡിൽ നിന്ന് നോക്കി അവനെ മോഹിക്കുന്ന രൂപത്തിൽ കൊഞ്ചി കുഴഞ്ഞ് സംസാരിച്ച് ഭർത്താവിനെ മയക്കുന്ന ആ ജിമായിലേക്ക്, ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ആ ഒരു സംസർഗത്തിലേക്ക് അവനെ എത്തിപ്പിക്കുന്ന പെണ്ണാണ് വലൂദ്. അങ്ങനെ മോഹിനിയായി രാത്രി ചമഞ്ഞൊരുങ്ങിയിട്ട് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അബൂ തൽഹയുമായി രാത്രിയിൽ ഭാര്യയും ഭർത്താവുമായി പുതിനാട്ടിയും പുതിയാപ്പിളയുമായി കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പനി പിടിച്ച് മറ്റൊരു റൂമിൽ കിടന്നിരുന്നു എന്ന് വിചാരിച്ച മകൻ മരിച്ചു കഴിഞ്ഞ കാര്യം പറഞ്ഞത്. എങ്ങനെയാ പറഞ്ഞെന്നറിയോ? വാറുസബിയ. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിനോട് പറഞ്ഞു, പോയി മറമാട് നിന്റെ മോനെ എന്ന് പറഞ്ഞു. നമ്മുടെ കുഞ്ഞു മോനെ നിങ്ങൾ കൊണ്ടുപോയി മറമാട് എന്ന് പറഞ്ഞു. അങ്ങനെ ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന ഉമ്മയായിരുന്നു അവര്.
ഹുനൈൻ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാഹചര്യത്തിൽ ഒറ്റക്കായി. സ്വഹാബികളൊക്കെ ദൂരെയാണുള്ളത്. ശത്രുക്കൾ ചുറ്റും ഇങ്ങനെ ഒരുമിച്ച് കൂടി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ ധീരനാണെന്ന് കാണിക്കുന്ന സംഭവം അവിടെയാണ് ഉണ്ടായത്. കുതിരയിൽ നിന്ന് പുറത്തിറങ്ങി വാള് പിടിച്ചിട്ട് ഇങ്ങനെ ചുഴറ്റിയിട്ട് ശത്രുക്കളുടെ മുന്നിൽ പറഞ്ഞ അന മുഹമ്മദ് അന നബിയുൻ ലാ കദിബ്, ഞാൻ നബിയാണ്, കളവൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ നബി തന്നെയാണ്, എനിക്ക് പേടിയില്ല. അനബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ മക്കയിലെ രാജാവായ അബ്ദുൽ മുത്തലിബിന്റെ പുള്ളിയാണ്, എന്നോടാണോ നിങ്ങളെന്ന് പറഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാള് ചുഴറ്റിയപ്പോൾ അവിടുന്ന് ശത്രുക്കൾ ഓടുകയാണ് ഉണ്ടായത്. ആ സാഹചര്യത്തിൽ തുരുതുരാ ശത്രുക്കൾ മുത്തുനബിയുടെ അടുത്തേക്ക് വരുമ്പോ ഒരു ഉമ്മ ഹദീസിലുണ്ട്, അവരുടെ കയ്യിൽ ഒരു ഖഞ്ചർ ഉണ്ടായിരുന്നു. പണ്ട് ബൊംബൈ നല്ല കൊണ്ടുവരുന്ന കത്തിയില്ല, ഖഞ്ചർ. ഞാൻ അടക്ക ചോർന്നാണ് ഉപയോഗിച്ചത്. ഖഞ്ചർ ഞങ്ങളെ വരെ ഉണ്ടായി. ഉമ്മ അടക്ക ചോർന്നാണ് അതിനെ ആ ഖഞ്ചർ കൊണ്ടുവരാന്നില്ല എന്നോട്. അത് ഹിന്ദിക്ക് അറിയില്ല, ആ പേര് ഉമ്മ അങ്ങനെ പഠിച്ചിട്ട്. സാബൂന് നല്ലില്ല, സാബൂന് പറഞ്ഞ ഹിന്ദിയിൽ സാബൂന് അല്ലെങ്കിൽ സോപ്പ്. ഇനി നമുക്ക് അതിനൊരു മലയാളം ഇല്ലല്ലോ സോപ്പിനുണ്ടാ, ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ സാബൂന്. സാബൂന് ഹിന്ദിയായി അറബിയായി. സാബൂനൊരു മലയാളം പറയല്ല, മേൽക്ക് തേക്കുന്ന നരയല്ല വരുന്നത് ചെല്ലേണ്ടി വരും, അതിന് വേറൊരു പേരില്ല. അതേപോലെ കഞ്ചർ എന്ന് പറഞ്ഞാൽ ചെറിയ കത്തി. ആ കത്തി അവരുടെ കയ്യിലുണ്ടായിരുന്നു. ആ കത്തി പിടിച്ചിട്ട് ശത്രുക്കൾക്ക് ഇങ്ങനെ ഓങ്ങുകയാണ് ഒരു ഉമ്മ. ഇതാരാണ്? ഇത് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയാണ്. അവര് ചെയ്യുമ്പോ റസൂൽ ചോദിച്ചു, മാതാ തസ്ലീം, നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. നീ എന്താ ഈ കാട്ടുന്നത്, എന്താ ഈ വാളും പിടിച്ച് തുള്ളുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ മുന്നിലേക്കെങ്ങാനും ഏതെങ്കിലും ഒരു മുശ്രിക്ക് വന്നാൽ ബഖർതു ബത്നഹു, വയറ് ഞാൻ പിളർക്കും. ഹദീസിൽ കാണാം അവർക്ക് ആണുങ്ങളെ ശക്തിയായിരുന്നു എന്ന്, അതായത് ധൈര്യം. ആണുങ്ങളെപ്പോലെ അവർ അത്രയും ധൈര്യത്തോടെയും ശക്തിയോടെയും ആ ആയുധം ഉപയോഗിക്കാനുള്ള എല്ലാ മനഃശക്തിയോടെയും കൂടി നിന്ന ഉമ്മാക്ക് ക്ഷമിക്കാനുള്ള അങ്ങേറ്റത്തെ കഴിവുള്ളത് കൊണ്ടാണ് മരിച്ച വീട്ടിൽ, അതും സ്വന്തം പൊന്നുമോൻ, മാപ്പിള ഇല്ലായിരുന്നു മരിക്കുമ്പോ, യാത്ര കഴിഞ്ഞ് വന്നതാണ്, അന്ന് രാത്രി മാപ്പിളനെ മയക്കിയിട്ട് ഭാര്യ ഭർത്താക്കളായി അന്ന് രാത്രി സംയോഗം ചെയ്തു എങ്കിൽ ആ ദീനിന്റെ നിയമം എന്തായിരിക്കും? റസൂലുള്ളാഹി പോയിട്ട് പറഞ്ഞു, ദേഷ്യം പിടിച്ചിട്ട്, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ വീട്ടിൽ മരിച്ചെന്ന് ബേജാറിലിരിക്കുകയല്ലല്ലോ. അന്നൊരു ഭാര്യയും ഭർത്താവും ബന്ധപ്പെടലുണ്ടോ? മരിച്ചിട്ട് 40 കഴിയാതെ ഇനിയും ബന്ധപ്പെടാതെ, ഉമ്മാമ മരിച്ചു അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു, കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു, ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ബന്ധപ്പെടുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചില ആളുകൾക്ക് ഹോർമോണിന്റെ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. എങ്ങനെ? ഏതെങ്കിലും ദുഃഖം, വലിയ ബേജാറ് മനസ്സിലുണ്ടായാൽ കൂടുതൽ വികാരം ഉണ്ടാവും. ഞാനേതോ സൈക്കോളജിയിൽ വായിച്ചിട്ടുണ്ട്. ആ സമയത്ത് മാപ്പിളമാർ ഉമ്മ മരിച്ച വീട്ടില് അല്ലെങ്കിൽ ഉമ്മാമ മരിച്ച വീട്ടില് അന്ന് രാത്രി അവർക്ക് കൂടുതൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് കൂടുതൽ വികാരം ഉണ്ടാവുകയും ഭാര്യനെ തൊടാൻ പോവുകയും ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് ഭ്രാന്താണ്, ഉമ്മ മരിച്ച വീടല്ലേ 40 കഴിയാതെ തൊടാൻ വരുന്നതെന്ന് ചോദിക്കാറുണ്ട് അത്രേ. ആ ആണിന് ദുഃഖം കൂടുമ്പോൾ വികാരം ഉണ്ടാകുന്ന ചില ആളുകളുണ്ട്, സന്തോഷം കൂടുമ്പോൾ വികാരം ഉണ്ടാകുന്ന ആളുകളുണ്ട്. അങ്ങനെ പല ടൈപ്പും ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കിയെടുത്ത് അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകാനുള്ള ബുദ്ധിമതിയായിരിക്കണം വലൂതായ പെണ്ണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നപ്പോ ചോദിച്ചു അവരോട്, കേസ് പറയാൻ വന്നത് അബൂ തൽഹത്ത്, എന്നെ കുട്ടി അപ്പുറത്തെ റൂമിൽ മരിച്ചു കിടക്കുമ്പോ എന്നെ ഭക്ഷിപ്പിച്ചു, എന്നെ വൃത്തികേടാക്കി, എന്നിട്ട് പറയാണ് കൊണ്ടുപോയി മകനെ മറമാടുക എന്ന്. ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി ഒന്നും ദേഷ്യമൊന്നും കാണിക്കാതെ ചോദിച്ചു, ആറസ്തുമുൽ ലൈലത്ത, ഇന്നലെ രാത്രി നിങ്ങൾ പുതിയാപ്ലയും പുതിനാപ്പിയും ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നാം അതേന്ന് പറഞ്ഞു. ഇത് എന്തെങ്കിലും വലിയ വിധി വരും, ഭാര്യ തലാഖൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് നാം എന്ന് പറഞ്ഞത്. റസൂലുള്ളാഹി പറഞ്ഞു, ബാറക്കല്ലാഹു ഫീ ലൈലത്തിക്കുമാ, നിങ്ങളെ രാത്രിയിൽ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ആ ബർക്കത്താണ് പിന്നീട് അബ്ദുള്ള എന്ന കുട്ടി ഉണ്ടായി. അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മയാണ് ഇവര്, ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ. അനസ് റളിയല്ലാഹുവിന്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ അടുത്ത് കൊണ്ടുപോകും. അങ്ങനെ നാട്ടിലെല്ലാവരും പ്രസവിക്കുന്ന ആദ്യ സമയത്ത് മുല കൊടുക്കാതെ റസൂലുള്ളാഹിന്റെ അടുത്ത് കൊടുക്കും. ആദ്യം മുല കൊടുക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും മഹാന്റെ വായിൽ ചപ്പിച്ച കാരക്ക അണ്ണാക്കിലേക്ക് തൊടണം. അണ്ണാക്കിലേക്കാ തൊടണ്ടേ, അതിനാണ് തഹനീക്ക് എന്ന് പറയാം. അണ്ണാക്കിൽ തൊടുക, ഹുനുക്ക് അണ്ണാക്ക്.
തഹനീക്ക് ചെയ്യുക, മധുരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ തഹനീക്ക് എന്നാണ് അറബിയിൽ. അണ്ണാക്കിലേക്ക് അതിന്റെ പശ കൊടുക്കുക, അല്ലാണ്ട് ഈത്തപ്പഴം മൊത്തം ഇങ്ങനെ കാരക്കെന്നോ വെച്ചു കൊടുക്കുകയല്ല. അതിന്റെ ഒരു പശ വായിലിട്ട് ചവച്ചതിന്റെ ഒരു തുപ്പ് നീര് അണ്ണാക്കിലേക്ക് വെച്ചു കൊടുക്കാനാ കൊണ്ടുപോയി കൊടുത്തത്. അങ്ങനെ ദുആ ചെയ്തു. ആ അബ്ദുള്ള എന്ന കുട്ടിക്ക് പിന്നെ 9 മക്കളുണ്ടായി. കുല്ലുഹും ഖദ് ഖറഅൽ ഖുർആൻ. 9 മക്കളും വലിയ ആലിമീങ്ങളും ഖുർആൻ പണ്ഡിതന്മാരുമായി മാറി. 9 ആൺമക്കൾ, 9 മൊയിലാർ. അങ്ങനെ ഉണ്ട് ചില വീട്ടിൽ. ഈടെ ആരും കൊണ്ട് അങ്ങനെ. അള്ളാഹു നമ്മളെ മക്കളെ ആലിമീങ്ങളാക്കി തരട്ടെ. 9 മക്കളും ആലിമായി. എന്തുകൊണ്ട്? ആ ഉപ്പ അന്ന് രാത്രിയും ഉമ്മായും ഉപ്പായും ബന്ധപ്പെട്ടപ്പോൾ ഉണ്ടായ മകനാണ്. ആ മകന് പിന്നീട് ജനിച്ച 9 മക്കളും ബർക്കത്തായി. അങ്ങനെ ബർക്കത്തിന്റെ ഒരു പാരമ്പര്യമുണ്ടായി മാറി. ഭർത്താവിന് കൊടുക്കേണ്ട സൽക്കാരം അവളുടെ ശരീരമാണ്. ആ ശരീരത്തെ വേണ്ടാം വിധം കൊടുക്കാതെ, അത് സമ്മതിക്കാതെ ഒരു ഭർത്താവിനെ ഭാര്യ തടഞ്ഞാൽ അന്ന് രാത്രി മുഴുവനും ലഅനത്ത് അൽ മലായികത്തു ഹത്താ അസ്ബഹ, അവൾ സുബ്ഹിയാകുന്നത് വരെ മലക്കുകൾ അവൾക്ക് ശാപവാക്കുകൾ ചൊരിഞ്ഞു കൊടുക്കും. ചില ഹദീസിലുണ്ട്, നിന്നോട് ഭർത്താവ് അടുപ്പത്ത് ഉണ്ടാകുന്ന സമയത്ത് ചോദിച്ചാലും നീ പോകണം. പാല് തിളപ്പിക്കുന്നെങ്കിൽ അതിനെ ഓഫാക്കിട്ട് പോകണമെന്ന് മാത്രം, പോകണ്ടെന്നല്ല, അപ്പൊ പോയേ തീരൂ. വലൗ അല അല ഖതബി ഖതബി ദാബത്തിൻ, ഹദീസിൽ കാണാം, ഔകമാക്കാൽ, ഒരു ഒട്ടകത്തിന്റെ തട്ടിലാണ് ഒരാൾ ഇരിക്കുന്നതെങ്കിൽ പോലും പോകണം. പണ്ട് പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ വലിയൊരു തട്ട് പോലത്തെ ഒരു സാധനമാക്കിയിട്ട് കൊണ്ടുപോയി വെക്കുന്നു. ഒട്ടകത്തിന്റെ തട്ടിൽ എന്നുള്ള അർത്ഥത്തിൽ ഒട്ടകത്തിന്റെ മുകളിൽ ഇങ്ങനെ പോകുമ്പോൾ, കാറിലോ വണ്ടിയിലോ പോകുമ്പോൾ അപ്പോഴാണ് അവന് തുടങ്ങിയത്. എന്നാലും ഭാര്യ സമ്മതിക്കണമെന്നാണ് ഹദീസിലുള്ളത്. അതിന്റെ മറ്റൊരർത്ഥം, പണ്ട് പ്രസവിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു മരത്തിന്റെ ഒരു കട്ടിൽ പോലത്തെ ഒന്നുണ്ടാക്കുമല്ലോ, ഇങ്ങനെ ചെരിഞ്ഞത്, അതിൽ കിടത്തിയിട്ടാണ് പ്രസവിപ്പിക്കുക. ഇന്ന് ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലോ. ആ കട്ടിലിൽ കിടത്തിയപ്പോഴാണ്, പ്രസവിച്ചിട്ടില്ല, കട്ടിലിൽ കിടത്തുന്നത് എപ്പോഴാ? അതിനു മുമ്പ് നമ്മുടെ പ്രസവിക്കുന്ന ഉമ്മമാർക്ക് വരുന്ന ആ വെള്ളം ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോഴാണ് കട്ടിലിൽ കൊണ്ടുപോയി കിടത്തുക. പ്രസവിച്ചിട്ടില്ല, പ്രസവിച്ചാൽ പിന്നെ ഭർത്താവ് ഭാര്യയെ തൊടാൻ പാടില്ല. ഏത് ലൈംഗികമായി ഉപയോഗിക്കൽ ഹറാമാണ്, ഹൈദ് സമയം പോലെ. അതിനു മുമ്പ് വെള്ളം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭർത്താവിനെ ഇളകിയാൽ അപ്പോൾ പോലും തന്റെ ഭാര്യ സമ്മതിച്ചു കൊടുക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്ന ഈ ഹദീസ് സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ, മക്കളുണ്ടായാൽ അവരെ സ്കൂളിലേക്കാൻ എവിടെ നിന്ന് ചെലവ്, ബസ്സിന് കൊടുക്കാൻ പൈസ എവിടെ, അവർക്ക് ഓരോ കൊല്ലത്തിലും ഓരോ പെരുന്നാളിനും കല്യാണത്തിനും റബീഉൽ അവ്വലിനും പിന്നെ സദറുസ്താദിന്റെ വക യൂണിഫോമിനൊക്കെ എവിടെ നിന്നാണ് കാശ്? ഇങ്ങനെ ചോദിക്കുന്നതൊന്നും ഇസ്ലാമികമല്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസം വരാൻ പോവാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അവര് മണിയറകളിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ, അവർക്ക് പ്രത്യേക, അവർക്ക് ജിമാ ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്ന തുണിക്കഷ്ണം ഏതാകണം, അത് രണ്ടാളും ഒന്ന് തന്നെ ഉപയോഗിക്കാൻ പാടുണ്ടോ, അല്ല വേറെ വേറെ ഉപയോഗിക്കണോ? ഒരേ തുണിക്കഷ്ണത്തിൽ രണ്ടാളും ജിമാ ചെയ്തതിനു ശേഷം തോർത്തിയാൽ എന്തെങ്കിലും അപകടമുണ്ടോ എന്നിത്യാദി തുടങ്ങിയ ഒരുപാട് അറിവുകൾ ഞാൻ പറയണമെന്ന് ഇങ്ങനെ ഓരോ ആഴ്ചയിൽ പറയുന്നല്ലാതെ അവിടെ എത്തുന്നില്ല. ഇപ്പോഴും സമയം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ആ വിഷയത്തിലേക്ക് തന്നെ നേരിട്ട് പോവുകയാണ്. ഇന്ന് പ്രസവിക്കുന്ന പെണ്ണിനെയാണ് കല്യാണം കഴിക്കേണ്ടതെന്ന ഹദീസിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞ വിഷയം അവസാനിപ്പിച്ചു. 1 മണിക്കൂറായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആ കുറച്ച് ഡീപ്പായിട്ടുള്ള, ആഴത്തിലുള്ള, നമുക്ക് ഇതുവരെ കേൾക്കാത്ത, മണിയറയിൽ ഭാര്യ ഭർത്താക്കൾ രഹസ്യമായിട്ടുള്ള അറിയുന്ന ചില കാര്യങ്ങളെ ഹദീസുകളിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചത്, ചില വ്യക്തമായ ഹദീസ് പിന്നെ ഫിഖ് ഗ്രന്ഥങ്ങളിൽ ഉള്ളത്, ഇങ്ങനെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ചില സംഗതികൾ ഇതാ എൻ്റെ കയ്യിലുണ്ട് പറയാൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് പറയാം. ഇന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാസം വരാൻ പോവാണ്. ഈ മാസത്തിൽ നമ്മൾ വീടുകളിൽ മൗലിദ് കഴിക്കുമ്പോൾ, അതുപോലെ പള്ളിയിൽ മൗലിദ് കഴിക്കുമ്പോൾ, ഉസ്താദുമാരുടെ ഭക്ഷണങ്ങൾക്ക് വേണ്ടി നമ്മളുടെ വീടുകളിൽ അതിന്റെ ഊഴമെത്തുമ്പോൾ നമ്മൾ പിശുക്ക് കാണിക്കരുത്. റബീഉൽ അവ്വലിലെ മൗലിദ് ഒരു 1000 രൂപക്ക് കഴിക്കാൻ പറ്റും, ഇല്ലേ? ഉസ്താദുമാർക്ക് ഒരു 200 രൂപ കൈമടക്കിയാൽ മതി. ഇപ്പൊ 500ൽ കുറയില്ല, ആരും ചെയ്യലില്ല. ഉമ്മമാരായതുകൊണ്ട് ഞാൻ പറയാണ്, 200 കൊടുത്തു എന്ന് വിചാരിക്കാം.
അപ്പൊ ഒരു 300 രൂപക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണത്തിന്റെ സാധനങ്ങൾ ഒരാളെ വിളിച്ചിട്ട് കഴിക്കാൻ പറ്റും. രണ്ടാളാണെങ്കിൽ അതിൽ കൂടുതൽ. അങ്ങനെ ഒരു ചെലവ് നമ്മളിങ്ങനെ കാണുമ്പോൾ അത് വലിയ ചെലവായി നമുക്കൊരിക്കലും തോന്നാൻ പാടില്ല. നമ്മുടെ വീടുകളിൽ സൽക്കാരത്തിന് വേണ്ടി ആരെങ്കിലും വരുമ്പോ ഇന്ന് ഇവർക്ക് കോഴിയും കറിയും വെച്ചാൽ ഞാൻ എന്തോ കാര്യത്തിന് വേണ്ടി സ്റ്റോക്കാക്കിയ പൈസ ഒറ്റയടിക്ക് തീരും. നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കുക. ചില വീടുകളിൽ എൻ്റെ ഫാമിലിയിൽ തന്നെ ചില വീടുകളിൽ പോയാൽ നമ്മളിങ്ങനെ പോയ ഉടനെ അവരിങ്ങനെ തടുത്തിട്ട് നിർത്തും പോലെ തോന്നും. ഇരിക്കണ്ടാന്ന്, എന്താ ഈ സുഖന്നല്ല, പിന്നെ എവിടെ പോയത് അങ്ങനെ ഇങ്ങനെ ചോദിച്ചിട്ട് ഒരു കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കാത്ത ചില ഉമ്മമാർ ആ വീട്ടിലേക്ക് പിന്നെ പോകാനേ തോന്നാറില്ല. അതേസമയം നമ്മൾ പോയ ഉടനെ വന്നല്ലോ വനമാല എന്നുള്ള സന്തോഷത്തോടുകൂടെ അകത്തു കയറി ഈ നമ്മൾ പറയുന്നതിന് മുമ്പ് എന്നെ സർവത്ത് റെഡിയാക്കി വരും. ഞാൻ ഇന്നലെ കണ്ട ഒരു സംഭവം പറയാം. എൻ്റെ വീട്ടില് ഏതോ എൻ്റെ ദൂരെയുള്ള ഒരു ഫാമിലി, ഞങ്ങളത് ബംബ്രാണയാണ്, ഇത് ഉപ്പളത്തപ്പോഴോ എൻ്റെ ഉമ്മാന്റെ ഉമ്മാമ്മമാരുടെ ഫാമിലി ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവര് വരാറുണ്ട്. അവിടുന്ന് കല്യാണം കഴിക്കാൻ വിളിച്ച് പുറത്തന്നെ നിന്നിട്ടാണ് കല്യാണം വിളിച്ചത്. ഞാൻ അകത്ത് ഇങ്ങനെ കയറ്റി ഇങ്ങനെ എന്തെങ്കിലും കുടിക്കണമെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചു. അവർ കുടിക്കൂല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് എന്തെങ്കിലും കുടിക്കാല്ലേ എന്ന് പറഞ്ഞപ്പോ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വിട്ടു. അവരിങ്ങനെ പടി കടന്നു വരുമ്പോ എൻ്റെ ഭാര്യ 2 സർവത്തിന്റെ ഗ്ലാസ്സുമായിട്ട് വന്നു കഴിഞ്ഞാൽ നീ എപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ ചോദിച്ചു പോയി. പിന്നെ അത് ഞാൻ തന്നെ കുടിച്ചു. ഇങ്ങനെ നമ്മുടെ വീടുകളിലേക്ക് വരുന്നവരെ സൽക്കരിക്കുന്നതിന് പഞ്ചസാര തീരുമെന്ന് ചിന്തിക്കുന്ന പിശുക്ക്, അത് അള്ളാഹുവിന്റെ ദീനിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ ദീനിൽ ഒരാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മൻകാന യുഅ്മിനു ബില്ലാഹി, അള്ളാഹുവിൽ വല്ലവനും വിശ്വസിക്കുന്നെങ്കിൽ, ഈ ഹദീസിൽ 3 കാര്യമാണ് പറഞ്ഞത്. വല്ലവനും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വൽ യൗമിൽ ആഖിരി, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ടോ, മരിച്ചിട്ട് ഖിയാമത്ത് നാൾ വരുന്നു എന്നുള്ള വിശ്വാസമുണ്ടോ എങ്കിൽ ഫസ്റ്റ് പറയുന്നത് അവൻ കുടുംബബന്ധം ചേർക്കണം. രണ്ടാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അല്ലാഹുവിലും അന്ത്യദിനത്തിലും ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഫൽയുക്രിം വൈഫഹു, കുടുംബത്തിൽ കയറി വന്ന വിരുന്നുകാരനെ നമ്മൾ ബഹുമാനിക്കണം. ഫൽയുക്രിം വൈഫഹു, 2 കാര്യമായി. മൂന്നാമത് പറയുന്നത് മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വല്ലവനും വിശ്വാസമുണ്ടെങ്കിൽ, ഒറ്റ ഹദീസാണ്, 3 കാര്യം ഹദീസിൽ പറയുന്നുണ്ട്. വല്ലവനും അന്ത്യദിനത്തിലും അല്ലാഹുവിലും വിശ്വാസമുണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറ, നാവിൽ നിന്ന് എന്തെങ്കിലും മുണ്ടണമെന്നുണ്ടെങ്കിൽ ഖൈറായത് മുണ്ടുക, ജനങ്ങൾക്ക് ഉപകാരമുള്ളത് മുണ്ടുക, ജനങ്ങൾക്ക് ഉപകാരമില്ലാത്തത് മുണ്ടരുത്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് മിണ്ടരുത്. നമുക്ക് കഴിയുന്നെങ്കിൽ ഉപകാരം ചെയ്യുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഈ ഹദീസിൽ പറയുന്നത് ഫൽയഖുൽ ഖൈറ, മിണ്ടുന്നെങ്കിൽ ഖൈർ മിണ്ടുക, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ ഖബർദാർ, മുച്ചോ ബായ് ബന്ധാക്കിയിട്ട് സൈലന്റ് ആവുക. ഫൽ യസ്കുത്, അവൻ മിണ്ടാതിരിക്കട്ടെ. അള്ളാഹുവിൽ അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവരാ അവന്റെ നാവിൽ മറ്റൊരു മുഅ്മിനോ ഒരു വിരുന്നുകാരനോ ഒരു കുടുംബനാഥനോ അല്ലെങ്കിൽ ഒരു ഉപ്പാക്കോ ഭർത്താവിനോ ഭാര്യക്കോ ഉസ്താദിനോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാകുന്ന ഒരു വാക്ക് പറയാൻ പാടില്ല. അല്ലാഹു കാക്കട്ടെ. അസ്സലാമു അലൈക്കും.